അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അറഫ ദിവസം വൈകുന്നേരമാവുകയാണല്ലോ. എന്ന് വെച്ചാൽ യൗമുൻ നഹറിലേക്ക്, ദുൽഹജ്ജ് 10 പ്രവേശിക്കുകയാണ്. ഈ ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനമായ വശം തക്ബീറുകളാണ്. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. ഈ തക്ബീർ നമ്മൾ വിളിച്ചതല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ച, ഇസ്മായിൽ അലൈഹിസ്സലാം ഏറ്റുവിളിച്ച, ഹാജറ ബീവി ഏറ്റുവിളിച്ച തക്ബീറാണ്. ഈദുൽ അദ്ഹയുടെ തക്ബീറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖയ്യദായ തക്ബീറിനെ കുറിച്ചും മുത്ലഖായ തക്ബീറിനെ കുറിച്ചും. ഈദുൽ അദ്ഹയുടെ തക്ബീർ ആരംഭിക്കുന്നത് ഈ മാസത്തിൻ്റെ ആദ്യം മുതലാണ്. ഇനി ദുൽഹജ്ജ് 13 അവസാനം വരെ അത് തുടരും. അതാണ് മുത്ലഖായ തക്ബീർ. അല്ലാഹു തആല പറഞ്ഞല്ലോ, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞ അയ്യാമുൻ മഅലൂമാത്ത്, അത് ഈ അയ്യാമുൽ അശ്റാണ്. അറിയപ്പെടുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് ഈ 10 ദിവസങ്ങളാണ്. പിന്നെ അള്ളാഹു പറഞ്ഞത് വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. അതാണ് നമ്മൾ നാളെ മുതൽ തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അയ്യാമുൻ മഅദൂദ്, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞത് അയ്യാമുത്ത് തശ്രീഖാണ്. ആ ദിവസങ്ങൾ, അതിൽ തക്ബീർ നമ്മൾ ആരംഭിക്കുക ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബോട് കൂടിയാണ്. ഇന്ന് മഗ്രിബോട് കൂടിയാണ് നമുക്ക് ദുൽഹജ്ജ് 10 ആരംഭിക്കുന്നത് എന്നർത്ഥം. അവിടെ നമുക്ക് നിർവഹിക്കാനുള്ളത് മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫർള് നമസ്കാരങ്ങളുടെയും ശേഷം അയ്യാമുത്ത് തശ്രീഖിൻ്റെ അവസാനത്തെ അസ്ർ നമസ്കാരം വരെ എല്ലാ നമസ്കാരങ്ങളുടെയും ശേഷം നമ്മൾ തക്ബീർ ചൊല്ലണം. ആ തക്ബീർ ചൊല്ലേണ്ടത് ഓരോരുത്തരും ചൊല്ലണം. ഇനി പെരുന്നാൾ ദിവസവുമുള്ള തക്ബീർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ പരിചയിച്ചു വന്ന ഒരു മാർഗം, ഒരു രീതി, നമ്മുടെ നാട്ടിലൊക്കെ മുദ്രാവാക്യം വിളിക്കണ പോലെ ഒരാൾ തക്ബീർ ചൊല്ലും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്ക് എഴുതിയിട്ട് ചൊല്ലും. അങ്ങനെയല്ല, എല്ലാവരും ഒന്നിച്ച് ചെല്ലുക. കാരണം അത്രയും സമയം, അത്രയും എണ്ണം നമുക്ക് തക്ബീറുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമല്ലോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇമാം ബുഖാരി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമൊക്കെ അവർ രണ്ടുപേരും അന്നഹുമാ കാന യഖ്റുജാൻ ഇല സൂഖി അയ്യാമൽ അശ്ർ, രണ്ടുപേരും അങ്ങാടിയിലേക്ക് വരും ഈ 10 ദിവസങ്ങളിലും. എന്നിട്ട് ഫയുക്കബ്ബിറാനി വയുക്കബ്ബിറുന്നാസ് ബിതക്ബീരിഹിമ, അവർ രണ്ടുപേരും തക്ബീർ ചൊല്ലും. അപ്പോൾ അതനുസരിച്ച് ജനങ്ങളും അവരുടെ കൂടെ തക്ബീർ ചെയ്യും. ഇതായിരുന്നു അതിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഈ തക്ബീറാണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അത് പ്രത്യേകിച്ചും നമ്മൾ പറഞ്ഞിരുന്നു, അറഫയുടെ ഫജർ മുതൽ തന്നെ ആരംഭിക്കാമെന്ന്. സഹാബികളിൽ ഒരു വലിയ വിഭാഗം അങ്ങനെയാണ് ആരംഭിച്ചിരുന്നത്. നമുക്കെന്തായിരുന്നാലും ഇന്ന് മഗ്രിബ് മുതൽ, അഥവാ ദുൽഹജ്ജ് 10 മുതൽ, 10 ആരംഭിക്കുന്നത് ഇന്ന് മഗ്രിബോട് കൂടിയാണ്. ഇന്ന് മുതൽ നമ്മൾ ആ തക്ബീറിലേക്ക് പ്രവേശിക്കണം. അതാണ് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ, അള്ളാഹു അക്ബർ, നമ്മൾ അത് വിളിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, എല്ലാറ്റിലും തക്ബീറുകളില്ലാത്ത ഒരു ഘട്ടം നമുക്കില്ല നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഈ ആഘോഷത്തിൽ തക്ബീറുകൾ മുഖരിതമാകണം. അയ്യാമുത്ത് തശ്രീഖിൻ്റെ ദിവസങ്ങൾ അയ്യാമു അഖ്ലിൻ വശുർബിമാണ്, തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ്. അതോടൊപ്പം അയ്യാമു തക്ബീറുമാണ്. അതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അള്ളാഹു അത്തരത്തിലുള്ളൊരു ഈദ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ.